യുഎസിൽ കാർഗോ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തകർന്നു വീണു. യുപിഎസ് കമ്പനിയുടെ വിമാനമാണ് വ്യവസായ മേഖലയായ കെൻഡക്കിയിൽ തകർന്നു വീണത്. അപകടത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. Bro, get the fuck away from here, like turn around. Bro, holy shit. വിഷയത്തിൽ കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധാബിജു ചേരുന്നുണ്ട്. അജയ്, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപകടം എത്രത്തോളം വലുതാണെന്നുള്ളത്. പ്രധാനമായും വ്യാവസായിക മേഖലയിലാണ് ഇത് തകർന്നു വീണിരിക്കുന്നത്. പെട്രോളിയം വസ്തുക്കളുടെ റീസൈക്ലിംഗ് നടക്കുന്ന മേഖലയിലാണെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ? എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, വളരെ ഞെട്ടിക്കുന്ന ഒരു അപകടമായിരുന്നു. കെൻഡക്കിയിലുള്ള ഒരു വ്യവസായ നഗരമായിട്ടുള്ള ലൂയിസ് വില്ലയിലാണ് ഈ അപകടമുണ്ടായത്. അവിടെയുള്ള മുഹമ്മദ് അലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അവിടെ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ ഇത് തകർന്ന് വീഴുകയായിരുന്നു. വലിയ ഒരു തീപിടുത്തം തന്നെ അവിടെ ഉണ്ടായി. ഇപ്പോൾ നിലവിൽ വിമാനത്തിലുണ്ടായിരുന്ന 3 ജീവനക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ലഭിക്കുന്നത്. 11 പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. വിമാനത്താവളം ഇപ്പോൾ പൂർണ്ണമായിട്ടും അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് അത് അടച്ചിട്ടുണ്ട്. ഇതുവരെ അത് പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലൂയിസ് വില്ലെ മേയറായിട്ടുള്ള ഗ്രേഗ് ഗ്രീൻബർഗിൻ്റെ അഭിപ്രായം, അദ്ദേഹം ഇപ്പോൾ എക്സിൽ കുറിച്ചത് മൊത്തം 2 ലക്ഷത്തിലധികം ബാരലിലുള്ള എണ്ണ ഈ വിമാനത്തിലുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇത്ര വലിയൊരു സ്ഫോടനത്തിന് ഇടയാക്കിയതെന്നാണ് ലൂയിസ് വില്ല മേയർ അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. കൃത്യമായി പറഞ്ഞാൽ 2,80,000 ഗാലൻസിൻ്റെ എണ്ണയായിരുന്നു ഈ വിമാനത്തിനകത്ത് ഉണ്ടായിരുന്നതായി അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്. പ്രാദേശിക സമയം രാവിലെ 5:15 ഈ അപകടമുണ്ടായത്. യു പി എസ് എന്ന് പറയുന്ന ഒരു വിമാന കമ്പനിയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അവരുടെ വിമാനമായിട്ടുള്ള ഈ ഫ്ലൈറ്റ് നമ്പർ 2976 ഈ അപകടമുണ്ടായത്. ഈ വിമാനത്തിന് അത്യാവശ്യം കാലപ്പഴക്കമുണ്ടായിരുന്നതായിട്ടും വിവരം ലഭിക്കുന്നുണ്ട്. 1991 ഈ വിമാനം ഉണ്ടാക്കിയതെന്നാണ് വിവരമുള്ളത്. ഏതാണ്ട് 34 വർഷത്തിലധികം പഴക്കം ഈ വിമാനത്തിനുണ്ട്. ഈ 1991 നിർമ്മിച്ചിട്ടുള്ള മക്ഡൊണാൾഡ് ഡഗ്ലസ് MD-11 എന്ന് പറയുന്ന വിമാനമാണ്. ബോയിങ് കമ്പനിയാണ് ഈ വിമാനം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിമാനം ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് കെൻഡക്കിയിൽ നിന്ന് ഇത് ഹൊണോലുലുവിലേക്ക് പറക്കാനായിട്ടിരുന്നതാണ്. അപ്പോൾ അവിടേക്കുള്ള ഈ ടേക്ക് ഓഫിനിടയിലാണ് ഈ അപകടമുണ്ടായത്. ഈ ഹൊണോലുലുവിലേക്ക് ഈ വിമാനം പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇത് മറ്റൊരു സർവീസ് നടത്തി തിരിച്ചു വന്നിരുന്നതാണ്. ഇത് ബാൽട്ടിമോറിലേക്കായിരുന്നു ഇതിൻ്റെ ആദ്യ സർവീസ് ഉണ്ടായിരുന്നത് അതേ ദിവസം തന്നെ. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഹൊണോലുലുവിലേക്ക് സർവീസ് നടത്താനായിട്ട് തിരിച്ചത്. ഏതാണ്ട് 8.5 മണിക്കൂർ സമയത്തെ സർവീസ് ഈ വിമാനം ആ ദിവസം തന്നെ ആദ്യം തന്നെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ അധിക സർവീസ് അതേ ദിവസം തന്നെ വൈകുന്നേരം നടത്താനായിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വിമാനത്തിന് ഇത്രയധികം വർഷത്തെ കാലപ്പഴക്കം കൂടി നിലനിൽക്കുന്നത് കൊണ്ടുകൂടി ഇത്ര കൂടുതൽ സമയം ഈ വിമാനം പ്രവർത്തിപ്പിച്ചത് കാരണമാകാം അപകടം ഉണ്ടായത് എന്നാണ് പ്രാഥമിക വിവരം ലഭിക്കുന്നത്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ഇപ്പോൾ ഈ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ രേഖകൾ പ്രകാരമാണ് ഈ വിമാനത്തിന് ഇത്രയധികം വർഷത്തെ പഴക്കമുണ്ടെന്ന് അവിടെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ബോയിങ് കമ്പനി ഈ വാദത്തോട് പ്രതികരിച്ചിട്ടില്ല. ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല. മറ്റൊരു പ്രതികരണവും അവർ നിലവിൽ ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല. എന്തായാലും ഇതിൽ ഈ വിമാനാപകടത്തിൽ മറ്റ് അട്ടിമറികളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ വിമാനത്തിൻ്റെ കാലപ്പഴക്കവും അതുപോലെ തന്നെ അധിക സമയം സർവീസ് നടത്തിയതുമാണ് അപകട കാരണം എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.